മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ.വി. തോമസ്. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൽ അക്ഷരശുദ്ധിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു സംഭവമുണ്ട്. കഥാനായകനായ ശ്രീധരൻ ഒരിക്കൽ ഒരു പ്രേമലേഖന കേസിൽ കുടുങ്ങി. വ്യാജപ്രമാണങ്ങൾ ചമയ്ക്കുന്നതിൽ വിരുദ്ധനായ ആണ്ടി എന്ന ആധാരമെഴുത്തുകാരനാണ് പണി പറ്റിച്ചത്. ആരുടെ കൈപ്പടയും അനുകരിക്കുന്നതിൽ വിദഗ്ധനായ ആണ്ടി ശ്രീധരൻ എഴുതിയതാണെന്ന വ്യാജേന ഒരു കത്തെഴുതി സൗദാമിനി എന്ന സുന്ദരി പെണ്ണിനയച്ചു. അത് കുഴപ്പമായി. ശ്രീധരൻ്റെ അച്ഛൻ പോലും ആ കത്ത് എഴുതിയത് ശ്രീധരൻ തന്നെയെന്ന് വിശ്വസിച്ചു. അത്രയ്ക്കുണ്ടായിരുന്നു കൈപ്പടയുടെ സാമ്യം. ശ്രീധരനിൽ നിന്ന് പരുങ്ങി. പെട്ടെന്ന് ഒരു പിടിവള്ളി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സൗദാമിനി എന്ന പേര് സൗദാമിനി എന്നാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് ദയയുടെ ദാ വേണ്ടയിടത്ത് ധനത്തിൻ്റെ ധാ ചേർത്ത് സൗദാമിനി എന്ന്. തനിക്ക് അങ്ങനെ ഒരു കൈപ്പിഴ സംഭവിക്കുകയില്ലെന്ന് ശ്രീധരൻ വാദിച്ചു. മകൻ്റെ ഭാഷാജ്ഞാനത്തെപ്പറ്റി ബോധ്യമുണ്ടായിരുന്ന അച്ഛനും ശ്രീധരനെ പിന്താങ്ങി. ആണ്ടിയുടെ കള്ളത്തരം വെളിവായി. ആണ്ടിക്ക് അക്ഷരം പിഴച്ചില്ലായിരുന്നെങ്കിൽ ശ്രീധരൻ അന്ന് അടി വാങ്ങിയേനെ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. തനി സംസ്കൃതക്കാർ സൗദാമനി എന്ന് എഴുതൂ. മാ കഴിഞ്ഞ് വള്ളിയില്ല. സൗദാമിനി സംസ്കൃത രീതിയിൽ നോക്കുമ്പോൾ തെറ്റായ രൂപമാണ്. സുദാമ പർവ്വതത്തിൻ്റെ ദിക്കിൽ നിന്ന് വന്നത്, അതായത് മിന്നൽ എന്നാണ് സംസ്കൃതക്കാരുടെ സൗദാമിനിക്കർത്ഥം. പക്ഷേ അത് പറഞ്ഞാൽ മലയാളികൾ ലഹള ഉണ്ടാക്കും. അതുകൊണ്ട് പെൺമക്കൾക്ക് സംസ്കൃതക്കാർ സൗദാമനി എന്നും മലയാളികൾ സൗദാമിനി എന്നും പേരിട്ട് കൊള്ളട്ടെ. രണ്ടായാലും സൗദാമനി വേണ്ട. സംജ്ഞാനാമങ്ങൾ ഇന്ന വിധത്തിലേ എഴുതാവൂ എന്ന് വാശി പിടിക്കാനും തരമില്ല. പഴയ ഇംഗ്ലീഷിൽ മാത്യു എന്ന നാമം MATTHEW എന്നാണ് എഴുതിയിരുന്നത്. എന്ന് കരുതി ഇന്നത്തെ മാത്യുവിന് 2 T വേണമെന്ന് വൈയാകരണൻ വാശി പിടിച്ചാൽ അഖില ലോക മത്തായിമാരും പ്രതിഷേധിക്കും. മഹാപണ്ഡിതനായ കുട്ടിക്കൃഷ്ണമാരാർ തൻ്റെ പേര് കുട്ടിക്കൃഷ്ണമാരാർ എന്നാണ് എഴുതിയിരുന്നത്. മലയാളത്തിൻ്റെ വ്യാകരണ നിയമമനുസരിച്ച് കുട്ടി എന്ന പദത്തോട് കൃഷ്ണൻ ചേരുമ്പോൾ കകാരം ഇരട്ടിച്ച് കുട്ടിക്കൃഷ്ണൻ എന്ന് വരേണ്ടതാണ്. പക്ഷെ മാരാർ കുട്ടിക്കൃഷ്ണമാരാർ എന്ന് എഴുതൂ. ഇങ്ങനെ വ്യാകരണ വിരുദ്ധമായി തൻ്റെ പേരെഴുതുന്നതിൻ്റെ ന്യായവും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഇരട്ടിപ്പില്ലാതെ കുട്ടിക്കൃഷ്ണ എന്നായിരുന്നത്രേ. അമ്മയുടെ സ്നേഹമാണ് ഏറ്റവും വലിയ വ്യാകരണമെന്ന് വിശ്വസിച്ച അദ്ദേഹം തൻ്റെ പേര് കുട്ടിക്കൃഷ്ണമാരാർ എന്ന് ഇരട്ടിപ്പില്ലാതെ തന്നെയാണ് എക്കാലവും എഴുതിയിരുന്നത്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.